അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഞാൻ ബേസിക് ചാർജിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെയാണ് അൺചാർജ്ഡ് ബോഡി നമുക്ക് ചാർജ് ചെയ്യുക, പ്ലസ് മൈനസ് ഒക്കെ പറഞ്ഞു. അതിൻ്റെ മെത്തേഡുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് വൺ ആണ് ചാർജിങ് ബൈ റബ്ബിങ്. ചാർജിങ് ബൈ റബ്ബിങ് എന്നുള്ള മെത്തേഡ് ശരിയല്ലേ? ചാർജിങ് ബൈ റബ്ബിങ്. ഇത് നമ്മൾ സാധാരണ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയാറുണ്ട്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. നമ്മൾ ചാർജിങ് ബൈ റബ്ബിങ്ങിന് സാധാരണ പറയുന്ന വേറൊരു പേരാണ് ഫ്രിക്ഷണൽ. കാരണം നമ്മൾ ഈ രണ്ട് ഒബ്ജക്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലൊരു ഫിസിക്കൽ കോൺടാക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ചാർജിങ് ബൈ റബ്ബിങ്. അപ്പോൾ ഈ ചാർജിങ് ബൈ റബ്ബിങ് എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്യൂട്ടബിൾ സബ്സ്റ്റൻസ്, ഇപ്പം ഏതെങ്കിലും രണ്ട് സബ്സ്റ്റൻസ് വെച്ചിട്ടല്ല പറയുന്നത്, രണ്ട് സ്യൂട്ടബിൾ സബ്സ്റ്റൻസ്. ഒരു എക്സാമ്പിളായിട്ട് എടുത്തത് ഒന്ന് ഗ്ലാസ് റോഡ് എടുത്തു, ഒന്ന് ഗ്ലാസ് റോഡ് എന്നുള്ള സംഭവം എടുത്തു, അതേപോലെ തന്നെ സിൽക്ക് ക്ലോത്ത് എടുത്തു. അപ്പോൾ ഏതെങ്കിലുമല്ല രണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പോൾ ഒന്ന് അവർ ഗ്ലാസ് റോഡ് എടുത്തു, രണ്ടാമത്തത് സിൽക്ക് ക്ലോത്ത് എടുത്തു. ഈ രണ്ട് സംഭവം, ദാറ്റ് മീൻസ് ഗ്ലാസ് റോഡ് ഇലക്ട്രിക്കൽ എന്നാണ്. അപ്പോൾ അത് ചാർജ് ഒന്നുമില്ല, ഇയാളും അൺചാർജ്ഡ് അല്ലെങ്കിൽ ന്യൂട്രലാണ്, ഇയാളും അൺചാർജ്ഡ് അല്ലെങ്കിൽ ആരാണ്? ന്യൂട്രലാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഗ്ലാസ് റോഡ് ന്യൂട്രൽ അല്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളുമായിട്ട് പറയുന്നത്, ഇതിലൊരു 15 പ്രോട്ടോണും 15 ഇലക്ട്രോണും ഉണ്ടെന്ന് വിചാരിക്കാം, ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ഈ സിൽക്ക് ക്ലോത്ത് എന്ന സംഭവം എന്ത് തന്നെയാണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആദ്യം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ടെന്ന് വിചാരിക്കാം, ശരിയല്ലേ? ന്യൂട്രോൺ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് എത്രയാണ്? ഈ ഗ്ലാസ് റോഡിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് 0 ആണ്. കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നെറ്റ് ചാർജ് 0 ആയി. ഇവിടെയും സിൽക്ക് ക്ലോത്തിൻ്റെ അകത്തും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നെറ്റ് ചാർജ് എന്തായി? 0 ആയി, ശരിയല്ലേ? ഇനി ഇവരെ ഞാൻ പരസ്പരം റബ്ബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ രണ്ട് സംഭവം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇവരെ പരസ്പരം ഞാൻ റബ്ബ് ചെയ്തു. ഈ രണ്ട് ആളുകളെ ഞാൻ പരസ്പരം എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. ഈ രണ്ട് സംഭവം ഞാൻ പരസ്പരം റബ്ബ് ചെയ്തു, അല്ലേ? ഈ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പ്രോട്ടോണിന് സ്വാഭാവികമായിട്ടും ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം പ്രോട്ടോൺ ലൊക്കേറ്റ് ചെയ്തത് ആറ്റത്തിൻ്റെ സെൻട്രലാണ്, ആർക്കേ മാറുള്ളൂ. ഈ റിവോൾവ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ റബ്ബ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? മീൻസ് ഈ ഗ്ലാസ് റോഡിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് ചാർജ് കിട്ടി, അതേപോലെ തന്നെ സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ റബ്ബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഗ്ലാസ് റോഡ് പിന്നെ നിങ്ങൾ നോക്കിയപ്പോൾ അത് അൺചാർജ്ഡ് അല്ല, അയാൾ ഒരു പോസിറ്റീവ് ചാർജായി മാറി. അതേപോലെ തന്നെ സിൽക്ക് ക്ലോത്ത് അതേപോലെ തന്നെ അൺചാർജ്ഡ് അല്ല, അയാൾ എന്ത് ചാർജായി മാറി? നെഗറ്റീവ് ചാർജായി മാറി, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം പ്രോട്ടോൺ നമ്പറിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ ആർക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ വരണം, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇയാൾക്ക് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? സിൽക്ക് ക്ലോത്തിന്. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇയാൾക്കൊരു 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 4 ഇലക്ട്രോൺ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? സിൽക്ക് ക്ലോത്തിന് ആ 4 ഇലക്ട്രോൺ കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ? കാരണം നമുക്ക് ചാർജ് നമുക്ക് ക്രിയേറ്റോ ഡിസ്ട്രോയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് 4 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എന്ത് സംഭവിക്കും? ഗ്ലാസ് റോഡിൻ്റെ കേസ് പറ. ഇത് ഗ്ലാസും ഇത് സിൽക്കും. ഗ്ലാസ് റോഡിന് എന്ത് സംഭവിച്ചു? ഓൾറെഡി 15 പ്രോട്ടോൺ ഉള്ളത് 15 പ്രോട്ടോൺ തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷേ ഇലക്ട്രോൺ നമ്പർ എത്രയായി? 4 നഷ്ടപ്പെട്ടു. 4 നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ 11 ഇലക്ട്രോണേ ഉള്ളൂ, ശരിയല്ലേ? ഇനി ഇപ്പുറത്ത് എന്ത് സംഭവിക്കും? ഓൾറെഡി 10 പ്രോട്ടോൺ ഉണ്ട്, ശരിയല്ലേ? അതിലേക്ക് എത്ര ഇലക്ട്രോൺ വന്നു? അതിലേക്ക് 4 ഇലക്ട്രോൺ വന്നപ്പോൾ ഇയാൾ 14 ഇലക്ട്രോണായി, ശരിയല്ലേ? ഇപ്പം നിങ്ങൾ നോക്കുക, ഇനീഷ്യലി ഇയാളും ന്യൂട്രൽ, ഇയാളും ന്യൂട്രൽ. റബ്ബ് ചെയ്തതിന് ശേഷം ന്യൂട്രൽ ആണോ? അല്ല. ഇയാളിൽ ആരെണ്ണം കൂടുതൽ അല്ലെങ്കിൽ ആരെ ഡെഫിഷ്യൻസിയാണ് ഇവിടെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവ്, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഇയാൾ പോസിറ്റീവ് ചാർജായി മാറിയത്. ഇവിടെ എന്താ സംഭവിച്ചത്? എക്സസ് ഓഫ് ഇലക്ട്രോൺ. 10 പ്രോട്ടോണേ ഉള്ളൂ, പക്ഷേ അതിൽ 14 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതൽ, അപ്പോൾ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും പരസ്പരം ഇതാണ് ഗ്ലാസ് റോഡ്, ഇതാണ് സിൽക്ക് ക്ലോത്ത്. ഇവർ പരസ്പരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? മീൻസ് ഒരു ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഒരു ബോഡിക്ക് എന്തു സംഭവിച്ചു? ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ബോഡി വിച്ച്
ലോസസ് ഇലക്ട്രോൺ. ശരിയല്ലേ? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്നുണ്ടെങ്കിൽ ബോഡി വിച്ച് ഗെയിൻ ഇലക്ട്രോൺ. അപ്പോൾ റബ്ബിംഗ് എന്നുള്ള മെത്തേഡ് ഇതാണ്. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ട ബോഡി എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ബോഡിക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. ആ ഗെയിൻ ചെയ്ത ബോഡി എപ്പോഴും എന്തുമായിരിക്കും? നെഗറ്റീവ് ചാർജും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ചാർജിങ് ബൈ എന്തെന്ന് പറയുന്നത്? ചാർജിങ് ബൈ റബ്ബിംഗ്. ചാർജിങ് ബൈ റബ്ബിംഗ്. ഇത് സാധാരണ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ 2-3 എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ പോസിറ്റീവ് ചാർജ് എടുത്തു, ഇവിടെ നെഗറ്റീവ് ചാർജ് എടുത്തു. ശരിയല്ലേ? ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്താണ്? ഗ്ലാസ് റോഡ്. ഇവിടെ സിൽക്ക് ക്ലോത്ത്. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും നമ്മൾ നോക്കുന്ന സമയത്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ദ ബോഡി വിച്ച് ലോസസ് ഇലക്ട്രോൺ ബിക്കം പോസിറ്റീവ് ചാർജ്, ദ ബോഡി വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ബിക്കം നെഗറ്റീവ് ചാർജ്. അടുത്ത എക്സാമ്പിൾ ഡ്രൈ ഹെയർ. ഡ്രൈ ഹെയർ അതേപോലെ തന്നെ കോമ്പ്. ഡ്രൈ ഹെയറും അതേപോലെ തന്നെ കോമ്പും. ഇപ്പം ഞാൻ പറഞ്ഞു, റോഡിന് പകരം നിങ്ങളൊരു കോമ്പ് എടുത്ത് നോക്കിയേക്കുക. ആ കോമ്പ് എടുത്തിട്ട് നിങ്ങൾ ഡ്രൈ ഹെയറിൽ ഒരുപാട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബോഡീസും ചാർജ് ആയിട്ടുണ്ടാവും. ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജും കിട്ടും, കോമ്പിന് എന്തും കിട്ടും? കോമ്പിന് നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ അതിനർത്ഥം എന്താണ് നഷ്ടപ്പെട്ടത്? ഡ്രൈ ഹെയറിന് റബ്ബ് ചെയ്തതിന് ശേഷം ഡ്രൈ ഹെയറിന് ആരെ നഷ്ടപ്പെട്ടു? ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ആർക്ക് ഗെയിൻ ചെയ്തു? കോമ്പിന് ഗെയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് അടുത്ത എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു റബ്ബർ ടൈപ്പ് റോഡാണ് എബണൈറ്റ് റോഡ്. എബണൈറ്റ് റോഡും അതേപോലെ തന്നെ ഫർ എന്നുള്ള സംഭവം. എബണൈറ്റ് റോഡും അതേപോലെ തന്നെ ഫർ. ഫർ എന്ന് പറഞ്ഞ സാധനം മൃഗങ്ങളെയൊക്കെ ചെറിയ രോമം എന്നുള്ള അർത്ഥം. സോ ഫറും അതേപോലെ തന്നെ ഇതൊരു റബ്ബർ ടൈപ്പ് റോഡാണ് എബണൈറ്റ് റോഡ്. അപ്പോൾ ഫറും എബണൈറ്റ് റോഡും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഫറിന് പോസിറ്റീവ് ചാർജും കിട്ടും, എബണൈറ്റിന് എന്ത് ചാർജും കിട്ടും? നെഗറ്റീവ് ചാർജും. അതിൻ്റെ അർത്ഥം എബണൈറ്റ് റോഡ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ടുണ്ടാവും, ഫറിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ 1-2 എക്സാമ്പിൾസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന എക്സാമ്പിൾസ്. അപ്പോൾ ഈ റബ്ബിങ്ങിൻ്റെ മെത്തേഡ് എന്താ വെച്ചാൽ 2 ഒബ്ജക്റ്റുകൾ, 2 സ്യൂട്ടബിൾ ഒബ്ജക്റ്റ് അൺചാർജ്ഡ് ആയിരിക്കും. റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പോസിറ്റീവും കിട്ടും, ഒരാൾക്ക് നെഗറ്റീവും കിട്ടും. ആ മെത്തേഡിനെ നമ്മൾ എന്താ പറയുക? ചാർജിങ് ബൈ റബ്ബിങ്. മനസ്സിലായിട്ടോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാസിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇയാൾക്ക് എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു? ഈ ഗ്ലാസ് റോഡിന് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഞാൻ എക്സാമ്പിളാട്ടോ പറയുന്നത്. ഗ്ലാസ് റോഡിന് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സിൽക്ക് ക്ലോത്തിന് അതേപോലെ തന്നെ 4 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആ ഇലക്ട്രോണിൻ്റെ മാസ് ഉണ്ട്. കാരണം ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാമാണ്. 9.1 × 10⁻31 കിലോഗ്രാം. അപ്പോൾ ഇയാൾക്ക് 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഇയാൾക്ക് മാസ് ചാർജ് മാത്രമല്ല നഷ്ടപ്പെട്ടത്, അയാൾക്ക് എന്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്? സ്മോൾ എമൗണ്ട് ഓഫ് മാസും. 4 ഇലക്ട്രോൺ ഇയാൾക്ക് നഷ്ടപ്പെട്ടാൽ 4 × 9.1 × 10⁻31 കിലോഗ്രാം മാസ് നഷ്ടപ്പെട്ടു. ശരിയല്ലേ? ഇനി സിൽക്ക് ക്ലോത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് 4 ഇലക്ട്രോൺ അയാൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം 4 × 9.1 × 10⁻31 കിലോഗ്രാം മാസ് ഇയാൾക്ക് കൂടിയിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഈ മെത്തേഡിനെ നമ്മൾ എന്താ പറയുക? ചാർജിങ് ബൈ റബ്ബിംഗ്. ഇത് സാധാരണ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഈ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അപ്പോൾ ഈ ചാർജിങ് ബൈ ഇൻഡക്ഷൻ സാധാരണ ഞാൻ പറഞ്ഞു കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ ഈ ഇൻഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വരുന്നൊരു ടേമാണ് എർത്തിങ് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ വരുന്ന ടേമാണ് എർത്തിങ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ വീടുകളിലൊക്കെ വയറിങ്ങിൻ്റെ കണക്ഷൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ എർത്തിങ് എന്ന് പറഞ്ഞ സംഭവം എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ എക്സസ് ഓഫ് ചാർജിനൊക്കെ ഫ്ലോ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ചിലപ്പം എന്താണ് ഷോർട്ട് സർക്യൂട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സസ് ഓഫ് ചാർജ് ഉണ്ടായിരിക്കും. ഈ എക്സസ് ഓഫ് ചാർജിനൊക്കെ ഭൂമിയിലേക്ക് എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ എർത്തിങ്. അപ്പോൾ ഈ എർത്തിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളതിലൊരു ചാർജ്ഡ് ബോഡി വിചാരിക്കുക. ഈ ചാർജ്ഡ് ബോഡി ഇതൊരു
അപ്പോൾ ഈ ഒരു എൻഡ് നമ്മളൊരു പ്ലസ് ചാർജാണ് വരുന്നത്. ഈ ബോഡിൻ്റെ ഈ എൻഡ് ഒരു പ്ലസ് ആണെന്ന് വിചാരിക്കാം. ഈ എൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഈ എൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കുന്ന ഈ ഭാഗത്തിനെ നമ്മൾ സാധാരണ എർത്തിങ് എന്ന് പറയും. ഇങ്ങനെയുള്ള സിമ്പലിനെ നമ്മൾ സാധാരണ എന്താ പറയുക? എർത്തിങ് എന്ന് പറയും. ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാളെ എർത്തിങ് എന്ന് പറയും. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള എക്സസ് ഓഫ് ചാർജ് ആരാണ്? ഇവിടെയുള്ള എക്സസ് ഓഫ് ചാർജ് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ സ്വാഭാവികമായിട്ട് എങ്ങോട്ടേക്ക് പോകും? എർത്തിലേക്ക് പോകും. എന്നിട്ട് ഈ ഭാഗം മൊത്തം ന്യൂട്രൽ ആവും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇയാൾക്കിന് പ്ലസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സാധനം എന്താ പറയാൽ? എർത്തിങ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങനെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ശരിയല്ലേ? ഇനി നിങ്ങൾ ഈ ഭാഗമാണ് എർത്ത് ചെയ്യുന്നതെങ്കിൽ, ഈ സൈഡാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എർത്ത് ചെയ്യും. ഇപ്പോൾ ഇത് ഒഴിവാക്കി ഇവിടെയാണ് എർത്ത് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് എർത്തുനിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ പ്ലസ് ഇലക്ട്രോൺ നമ്മൾ ക്യാൻസൽ ആവും. ഇത് ന്യൂട്രലായി പോകും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സ് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇൻഡക്ഷനിൽ ചില സമയത്ത് വരാറുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ സാധാരണ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സാധനം എന്ന് പറയാൽ എർത്തിങ് എന്ന് പറഞ്ഞ സംഭവം. എർത്തിങ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ചാർജിനൊക്കെ അവിടെ എങ്ങോട്ടേക്ക് കൊടുക്കുക? എർത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡാണ്. ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡ് സാധാരണ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ നിങ്ങളതിലൊരു ചാർജ്ഡ് ബോഡി ഉണ്ടാവും, നിങ്ങളതിലൊരു അൺചാർജ്ഡ് ബോഡി ഉണ്ടാവും. ഈ അൺചാർജ്ഡ് ബോഡിനെ നമ്മൾ ഈ ബോഡി ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും ഫിസിക്കൽ കോൺടാക്റ്റ് പാടില്ല. ഫിസിക്കലി ഇവർ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചാൽ ഈ ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും ഫിസിക്കലി ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയാം. ഫിസിക്കലി ടച്ച് ഇല്ലാണ്ട് ട്രാൻസ്ഫർ ആവുന്നതിന് നമ്മൾ എന്താ പറയുക? ഇൻഡക്ഷൻ. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് മെയിനായിട്ട് സിലബസിൽ റബ്ബിങ്ങും ഇൻഡക്ഷനെ പഠിക്കാനുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻഡക്ഷനാണ്. അപ്പോൾ ഈ ഇൻഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക നിങ്ങളതിലൊരു നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇപ്പോൾ ഈ ഒരു ബോഡി ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് വിചാരിക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് നിങ്ങളതിലുള്ളത്. ശരിയല്ലേ? ഇനി നിങ്ങളതിലൊരു മെറ്റാലിക് സ്ഫിയർ ഉണ്ട് വിചാരിക്കുക. കാരണം നമ്മൾ കണ്ടക്ടേഴ്സിലെ ചാർജ് ചെയ്യുക. ഇതാണ് മെറ്റാലിക് സ്ഫിയർ അല്ലേ? ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട് വിചാരിക്കുക. സ്റ്റാൻഡ്. അപ്പോൾ ഇത് അൺചാർജ്ഡ് ആണ്. ഇതെന്താണ്? അൺചാർജ്ഡ് ബോഡിയാണ്. സോ ഇതൊരു അൺചാർജ്ഡ് ബോഡിയാണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് ഇയാളെ ചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷേ ഇവർ ഒരിക്കലും ഫിസിക്കലി കോൺടാക്റ്റ് പാടില്ല, ഒരുമിച്ച് ടച്ച് ചെയ്ത് വെക്കാൻ പാടില്ല. ആ മെത്തേഡിന് നമ്മൾ എന്താ പറയുക? ഇൻഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ രണ്ട് ബോഡിയും നമ്മൾ വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇനി അടുത്ത കേസിൽ എന്താ സംഭവിക്കുക? മീൻസ് ഇത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ശരിയല്ലേ? ഇയാളെ തൊട്ടടുത്ത് നിങ്ങൾ ഈ അൺചാർജ്ഡ് ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. തൊട്ടടുത്ത് നിങ്ങൾ ഈ അൺചാർജ്ഡ് ബോഡി ഉണ്ട്. തൊട്ടടുത്ത് നമ്മൾ ഈ അൺചാർജ്ഡ് ബോഡി കൊണ്ടുവച്ചു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ അൺചാർജ്ഡ് ബോഡിൻ്റെ അകത്ത് പ്രോട്ടോണും ഇലക്ട്രോണും ഇല്ലേ? ഈ അൺചാർജ്ഡ് ബോഡീൻ്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിനൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുമോ റിപ്പൽ ചെയ്യും? റിപ്പൽ ചെയ്യും. കാരണം ഈ നെഗറ്റീവ് റിപ്പൽഷൻ അല്ല വരിക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇപ്പം റിപ്പൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇയാൾ ഒരുപാട് അകലെയുണ്ട്. തൊട്ടടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിനെയൊക്കെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. റിപ്പൽ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പോകും. ശരിയാണോ? കാരണം ഇതിൻ്റെ അകത്തുള്ള പ്ലസും മൈനസൊക്കെ ഉണ്ടെങ്കിൽ ആ മൈനസിനെ മാത്രമേ ഇയാൾ റിപ്പൽ ചെയ്യും. മൈനസൊക്കെ ഒരു എൻഡിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് ഇയാൾ ആരെ അട്രാക്റ്റും ചെയ്യും? പ്ലസിനെ അട്രാക്റ്റും ചെയ്യും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്ലസ് ചാർജൊക്കെ ഈ എൻഡിലും വരും. പ്ലസിനെ അട്രാക്ട് ചെയ്യുന്ന കാരണം പ്ലസ് ഒക്കെ ഈ എൻഡിലേക്കും വരും. ശരിയാണോ? പക്ഷെ ഇതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇൻസുലേറ്ററാണ്, ഇവിടെ എയർ ആണ്, ഇൻസുലേറ്ററാണ്. അതിലൂടെ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ സെപ്പറേഷൻ ഓഫ് ചാർജസ് എന്ന് പറയും. ഇതിന് നമ്മളെന്താ പറയും? സെപ്പറേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി നമ്മൾ എന്ത് ചെയ്തു? തൊട്ടടുത്ത് കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ അകത്ത് സെപ്പറേഷൻ ഓഫ് ചാർജസ് ആണ്. ഈ സെപ്പറേഷൻ ഓഫ് ചാർജസ് എന്നുള്ള അർത്ഥം എന്താണ്? പ്ലസ് ഒക്കെ ഒരു സൈഡിലേക്കും വരും, മൈനസ് ഒക്കെ ഒരു സൈഡിലേക്കും വരും. ശരിയല്ലേ? ഇനി അടുത്ത ചിത്രത്തിൽ എന്ത് സംഭവിക്കും? മീൻസ് ഇപ്പോൾ ഈ പ്ലസും മൈനസും വന്നില്ലേ? ഇനി ഇതേ സംഭവം ഞാൻ എന്ത് ചെയ്തു? ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ശരിയല്ലേ? അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ അൺചാർജ്ഡ് ബോഡിൻ്റെ ഈ എൻഡിൽ പ്ലസ് വന്നു. ശരിയല്ലേ? ഈ എൻഡിൽ സ്വാഭാവികമായിട്ട് ആരും വന്നു? മൈനസും വന്നു. ശരിയല്ലേ? ഇനി ഈ പോർഷൻ മാത്രം ഞാൻ എർത്ത് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പോർഷൻ മാത്രം ഞാൻ എന്ത് ചെയ്യണം? ഈ പോർഷൻ മാത്രം ഞാൻ എർത്ത് ചെയ്യണം. എർത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺസ് ഒക്കെ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് പോകാൻ തുടങ്ങും. ശരിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ അവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ?
അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ട്, ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് മാത്രമുണ്ട്. ശരിയല്ലേ? ഈ പ്ലസ് ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്തുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇയാളെ ഇവിടെ നിർത്ത് അങ്ങോട്ട് ഒഴിവാക്കുക, ഈ ബോഡി ഇയാളെ ഇവിടെ നിർത്ത് അങ്ങോട്ട് ഒഴിവാക്കുക, പിന്നെ ഈ ബോഡി മാത്രമായി മാറും. ഈ ബോഡി മാത്രമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ചാർജ് ഇങ്ങനെ കിട്ടും. ആ പ്ലസ് ചാർജ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ ബോഡി ഇപ്പോൾ എന്ത് ചാർജായി? ആദ്യത്തെ ഒരു അൺചാർജ്ഡ് ബോഡി ആയിരുന്നു. ആ അൺചാർജ്ഡ് ബോഡി ഇപ്പോൾ എന്ത് ചാർജായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായി മാറി. ശരിയല്ലേ? ഒന്നുകൂടി ഞാൻ പറയാം. ഇത് അൺചാർജ്ഡ് ബോഡി, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഈ ബോഡിനെ എനിക്ക് ചാർജ് ചെയ്യണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച്? ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ഈ അൺചാർജ്ഡ് ബോഡിനെ ഇയാളെ തൊട്ടടുത്ത് കൊടുന്നേക്കും. തൊട്ടടുത്ത് കൊടുന്നേക്കുമ്പോൾ ഈ നെഗറ്റീവ് ഒക്കെ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണൊക്കെ ഈ നെഗറ്റീവ് ഒക്കെ ഈ സൈഡിലേക്ക് പോകും. അതേസമയം പ്ലസ്സിന് അട്രാക്ട് ചെയ്യും. അപ്പോൾ പ്ലസ് ഒക്കെ സ്വാഭാവികമായിട്ടും ഈ സൈഡിൽ വരും. ശരിയല്ലേ? അതിനെ നമ്മൾ സെപ്പറേഷൻ ഓഫ് ചാർജസ് എന്ന് പറയാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ഈ പ്ലസും ഇത് കൊടുത്ത് ഒഴിവാക്കിയ എന്താ പ്രശ്നം? ഈ നെഗറ്റീവ് കൊടുത്തിട്ട് ഒഴിവാക്കിയ ഈ പ്ലസും മൈനസ് അട്രാക്ട് ചെയ്യും. ഇത് ക്യാൻസലായി പോകും. ക്യാൻസലായി പോകാൻ മീൻസ് പ്ലസും മൈനസും എന്ത് ചെയ്യും? ബാലൻസ് ആവും. പിന്നെ അത് അൺചാർജിനായി മാറും. പക്ഷെ നമുക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഭാഗം മാത്രം എർത്തിങ്, ഈ ഒരു പ്രോസസ് നമ്മൾ എന്താ പറയുക? എർത്തിങ്. ഈ ഒരു പ്രോസസ് ഞാൻ എർത്തിങ് ചെയ്തു. അപ്പോൾ എർത്തിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭാഗത്തുള്ള എക്സസ് ഓഫ് ചാർജ് ഒക്കെ എർത്തിലേക്ക് പോയി. ഇനി ബാക്കി ഇവിടെ ആരാളുള്ളത്? പ്ലസ് ഇവിടെ തന്നെ നിൽക്കും. കാരണം ഈ മൈനസിൻ്റെ അട്രാക്ഷൻ ഉണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് ഈ മൈനസ് ഇവിടെ ഉണ്ട്, പ്ലസ് മാത്രം ഇവിടെ ഉണ്ട്. ഇനി ഈ സാധനത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പ്ലസ് ചാർജ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഈ കണ്ടക്ടേഴ്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചാർജ് ഉണ്ടാവില്ല. ഈ ചാർജൊക്കെ ഫ്ലോ ചെയ്തിട്ട് എപ്പോഴും സർഫേസിൽ പോയി നിൽക്കും. പക്ഷേ ഇൻസുലേറ്റേഴ്സിന് അത് സംഭവിക്കില്ല. കാരണം ഇൻസുലേറ്റേഴ്സ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് അതിൻ്റെ അകത്ത് സ്റ്റേ ചെയ്ത് നിൽക്കും. പക്ഷേ കണ്ടക്ടേഴ്സിന് ആ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അതാണ് കണ്ടക്ടറിൻ്റെ പ്രത്യേകത. ഇത് ആ ചാർജൊക്കെ സർഫേസിൽ പോയി നിൽക്കും. അതുകൊണ്ടാണ് ആ ചാർജ് എവിടെ കാണിക്കുന്നത്? സർഫേസിൽ. നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾ പ്ലസ് എടുത്തു എന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആര് വരും? ഇവിടെ മൈനസും വരും, ഇവിടെ പ്ലസും വരും. ശരിയല്ലേ? നിങ്ങൾ ആ പ്ലസ് പോർഷൻ മാത്രം എർത്ത് ചെയ്യാൻ. പ്ലസ് പോർഷൻ എർത്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രലായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചാർജ് കിട്ടും? ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും. അതിൻ്റെ അർത്ഥം ഇവിടെ മൈനസ് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി പ്ലസ് ആവും, ഇവിടെ പ്ലസ് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ആരുമോ? മൈനസോ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. പക്ഷെ നമ്മൾ NCERT ബുക്കിൽ എർത്തിങ് വെക്കാണ്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. രണ്ട് ബോഡീനെ ഒരേ സമയം ചാർജ് ചെയ്യാം. ഈ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് അൺചാർജ്ഡ് ബോഡീനെ നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് പറയുന്നത്. അതാണ് മെയിനായിട്ട് നമ്മുടെ NCERT ബുക്കിൽ അവർ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ഞാൻ നെഗറ്റീവ് തന്നെ എടുത്തു വിചാരിക്കാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി നിങ്ങളതിലുണ്ട്. ശരിയല്ലേ? ഇതാണ് രണ്ട് മെറ്റാലിക് ബോഡി. ഈ രണ്ട് മെറ്റാലിക് ബോഡി നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് മെറ്റാലിക് ബോഡിയിലേക്ക് ചാർജ് ചെയ്യണം. ഈ രണ്ട് മെറ്റാലിക് ബോഡി രണ്ടും അൺചാർജ്ഡ് ആണ്. ഇയാളും ന്യൂട്രൽ ബോഡിയാണ്, ഇയാളും ന്യൂട്രൽ ബോഡി. ഈ രണ്ട് ബോഡിയിലേക്ക് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവരെ ഒരുമിച്ച് വെക്കണം. ഇയാളുമായിട്ട് ഒരുമിച്ച് വെക്കാൻ പാടില്ലാത്തത്. ഇൻഡക്ഷൻ്റെ സമയത്ത് ഈ ചാർജ്ഡ് ബോഡിയും അൺചാർജ്ഡ് ബോഡിയും കോൺടാക്ട് പാടില്ല. പക്ഷെ അൺചാർജ്ഡ് ബോഡീസ് പരസ്പരം കോൺടാക്ട് ഒക്കെ ചെയ്യുക, അത് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്വാഭാവികമായിട്ട് ആരുണ്ട്? നെഗറ്റീവ്. ശരിയല്ലേ? ഇവരെ തൊട്ടടുത്ത് ഇവിടെ കൊണ്ടു വയ്ക്കുക. തൊട്ടടുത്ത് ഇവരെ ടച്ച് ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കുക, ഇവരെ ടച്ച് ചെയ്ത് വെക്കുക. കാരണം ഇവർ പരസ്പരം ടച്ച് പാടില്ല. ശരിയല്ലേ? ഇപ്പം നിങ്ങൾ നോക്കുക, ഈ നെഗറ്റീവ് ഒക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തും നെഗറ്റീവ് ഉണ്ട്, ഇതിൻ്റെ അകത്തും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവിനെ അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യാൻ. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ എല്ലാവരും ഈ എൻഡിലെത്തും. കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. കാരണം ഇത് കണ്ടക്ടറാണ്. കണ്ടക്ടർ ആയതുകൊണ്ട് ചാർജിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ നെഗറ്റീവ്സും ഈ എൻഡിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ നെഗറ്റീവ്സും ഈ എൻഡിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും ഈ എൻഡിൽ ആര് വരും? ഈ മൈനസ് പ്ലസ്സിനെ അട്രാക്ട് ചെയ്ത കാരണം എല്ലാ പ്ലസ്സും ഇവിടെ വരും. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് രണ്ടും ന്യൂട്രൽ ബോഡീസാണ്. അവരെ നിങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങളെ ചാർജ്ഡ് ബോഡിയുടെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കുക. അവർ കോൺടാക്റ്റ് പാടില്ല, അപ്പോഴേ ഇൻഡക്ഷൻ ആവുള്ളൂ. ഇപ്പോൾ നോക്കുക, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണൊക്കെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അല്ലേ? കാരണം ഈ ഇലക്ട്രോണിൻ്റെ റിപ്പൽഷൻ കണ്ട് എല്ലാവരും മൂവ് ചെയ്ത് ഇവിടെ എത്തും. സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് പ്ലസ്സിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്ലസ്സും ഇവിടെ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡിൻ്റെ അകത്ത് എന്ത് നടന്നു? സെപ്പറേഷൻ ഓഫ് ചാർജസ് ആണ്. ശരിയല്ലേ? സെപ്പറേഷൻ ഓഫ് ചാർജസ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇത് പ്ലസ്സും അതേപോലെ ഇതും സ്വാഭാവികമായിട്ടും തരട്ടിയത് മൈനസ് കിട്ടി. ശരിയല്ലേ? ഇനി ഇവരെ പരസ്പരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഇവിടെ എർത്തിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ എർത്തിങ് ചെയ്യാനുള്ള കാരണം ഇവിടെ പ്ലസ്സും
ഇവിടെ മൈനസും വന്നുകൊണ്ടാണ് ഒന്ന് പ്ലസ് ആക്കാൻ വേണ്ടി എർത്ത് ചെയ്ത്. ഇത് നമുക്ക് ഇവർ രണ്ടാളെ റിമൂവ് ചെയ്താൽ മതി. ഇവർ രണ്ടാളെ റിമൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് പ്ലസ് ചാർജും കിട്ടും, ഇയാൾക്ക് എന്തും കിട്ടി, മൈനസ് ചാർജും കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മീൻസ് ഈ അൺചാർജ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പ്ലസും മൈനസും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലസും മൈനസും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഇയാൾ ഇവിടുന്ന് പോയി. ഇനി ഇതിന് പ്ലസും ഇതിന് മൈനസും അവർ നമ്മൾ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്ലസ് ഒക്കെ ഇവിടെ വരും. കാരണം അത് അടുത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ വരാനുള്ള കാരണം. ശരിയല്ലേ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പോകും, മൈനസ് ഒക്കെ അടുത്ത്, കാരണം അടുത്തടുത്ത് വരും, കാരണം അവിടെ അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ എയർ ആണല്ലോ. ശരിയല്ലേ? ഇനി നിങ്ങൾ ഒരുപാട് അകലേക്ക് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നിങ്ങൾ ഒരുപാട് അകലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പ്ലസ് ഒക്കെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവിടെ മൈനസും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങളെ ഈ ബോഡിക്ക് എന്ത് ചാർജ് കിട്ടി, ഈ ബോഡി പോസിറ്റീവ് ചാർജായി മാറി. അതേപോലെ തന്നെ ഈ ബോഡി എന്ത് ചാർജായി മാറി, നെഗറ്റീവ് ചാർജായി മാറി. അപ്പോൾ ഈ ഒരു മെത്തേഡിന് നമ്മൾ എന്താ പറയുക, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ക്ലിയർ ആണോ? ഇപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഇൻഡക്ഷൻ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എടുത്തു, ഇവിടെ രണ്ട് അൺചാർജ്ഡ് മെറ്റാലിക് ബോഡി ഉണ്ട്, ഇതിൻ്റെ ചാർജ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം അവരെ കോൺടാക്ട് ചെയ്ത് വെച്ചു. കോൺടാക്ട് ചെയ്തിട്ട് ഇയാളെ തൊട്ടടുത്ത് വെച്ചു. തൊട്ടടുത്ത് വെച്ചപ്പോൾ ഈ എൻഡിൽ മൈനസ് വരും, കാരണം ഇയാൾ മൈനസിനൊക്കെ റിപ്പൽ ചെയ്തിട്ട് മൈനസൊക്കെ ഈ എൻഡിൽ പോകും, പ്ലസ് ഒക്കെ ഈ എൻഡിൽ വരും. ശരിയല്ലേ? സെപ്പറേഷൻ. ഇനി നിങ്ങൾ ഇയാൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, ഇവ രണ്ടാളെയും സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത് വെച്ചാൽ ഈ അട്രാക്ഷൻ കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് അകലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്ലസ് ഒക്കെ ഒരു സൈഡിലും വരും, മൈനസ് ഒക്കെ ഇതേപോലെ മൈനസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇയാൾ പ്ലസ് ചാർജായി, ഇയാൾ മൈനസ് ചാർജായി. ഈ മെത്തേഡ് നമ്മൾ എന്താ പറയുക, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത് റബ്ബിങ് പോലെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. ശരിയാണോ? റബ്ബിങ്ങിന് എന്ത് ചെയ്തു, രണ്ട് ഒബ്ജക്റ്റുകൾ റബ്ബ് ചെയ്തപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിൽ ഇലക്ട്രോൺ പോയി. ഇവിടെ പ്രത്യേകിച്ച് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. ഇവിടെ എന്തേ നടക്കുന്നുള്ളൂ, ഇയാൾ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും അവരെ സെപ്പറേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളതിലുള്ള ചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് നിങ്ങളതിലുള്ള അൺചാർജ്ഡ് ബോഡിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും പോസിറ്റീവ് ചാർജിനെയും നെഗറ്റീവ് ചാർജിനെയും സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ഇവരെ ചാർജ്ഡ് ബോഡിയാക്കി മാറ്റും. ശരിയല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ എന്താ പറയുക, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി സ്വാഭാവികമായിട്ടും ഇതേ എക്സാമ്പിൾ നിങ്ങൾ പ്ലസ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇത് പ്ലസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്ലസ് വരും, ഇത് പ്ലസ് വരുമ്പോൾ ഇതൊക്കെ ആരാവും, പ്ലസ് എപ്പോഴും മൈനസിനെ അട്രാക്ട് ചെയ്യും, പ്ലസ്സിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ എൻഡിലേക്കൊക്കെ പ്ലസ് പോകും. ശരിയല്ലേ? ഇനി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ നെഗറ്റീവ് ചാർജായി മാറും, ഇയാൾ നെഗറ്റീവ് ആവും, ഇയാൾ സ്വാഭാവികമായിട്ട് പ്ലസ് ആവും. എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്താ പറയുക, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ മെത്തേഡാണ് കണ്ടക്ഷൻ എന്നുള്ള സംഭവം. മൂന്നാമത്തെ മെത്തേഡാണ് കണ്ടക്ഷൻ. മൂന്നാമത്തെ മെത്തേഡ് കണ്ടക്ഷൻ. ഈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി പരസ്പരം കോണ്ടാക്ട് ഉണ്ടാവും. ഇത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല NCERT-ൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഇതാണ് നമ്മളൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി വിചാരിക്കുക. ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഇത് നിങ്ങൾ ഇതാണ് നിങ്ങൾ ആ അൺചാർജ്ഡ് ബോഡി ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വയ്ക്കുക. ആ അൺചാർജ്ഡ് ബോഡി ഇവിടെ ടച്ച് ചെയ്ത് വയ്ക്കുക. ഇതിനെ നമ്മൾ കണ്ടക്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ചാർജ്ഡ് ബോഡിയും ഇത് ന്യൂട്രൽ ബോഡി, ഇത് അൺചാർജ്ഡ് ആണ്. ഇത് അൺചാർജ്ഡ്, ഇത് നെഗറ്റീവ്ലി ചാർജ്. ഈ ബോഡീസ് പരസ്പരം കോൺടാക്ട് ചെയ്ത് വയ്ക്കുക, ടച്ച് ചെയ്ത് വയ്ക്കുക. അതിന് നമ്മൾ എന്താ പറയുക, കണ്ടക്ഷൻ. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ ആരെ എക്സസ് ആണുള്ളത്, ഇലക്ട്രോൺ. ആ ഇലക്ട്രോണൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ അൺചാർജ്ഡ് ബോഡിക്ക് എന്ത് ചാർജ് കിട്ടും, ഈ അൺചാർജ്ഡ് ബോഡിക്ക് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജ് കിട്ടും. ശരിയല്ലേ? കാരണം ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇയാളെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആ ബോഡിക്ക് നെഗറ്റീവ്ലി ചാർജ് കിട്ടും. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങൾ പ്ലസ് എടുത്തു വിചാരിക്കാം. ഇത് പ്ലസ് ആണെങ്കിൽ ഇതൊരു അൺചാർജ്ഡ് ബോഡി തന്നെയായിരിക്കാം. പക്ഷെ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഒരിക്കലും മൂവ് ചെയ്യില്ല. ഞാൻ ആദ്യം ബേസിക് ആയിട്ട് പറഞ്ഞു, എപ്പോഴും ആരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോൺസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ന് ഇലക്ട്രോൺസ് വരും. ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചാർജായി മാറും, പോസിറ്റീവ് ചാർജായി മാറും. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്താ പറയുക, കണ്ടക്ഷൻ. പക്ഷെ അത് ഡീറ്റെയിലായിട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇൻഡക്ഷനും റബ്ബിങ്ങുമാണ് സിലബസിൽ വരുന്നത്. കണ്ടക്ഷൻ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, എളുപ്പമാണ്. ടച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോണൊക്കെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇയാൾ നെഗറ്റീവ് ചാർജ് ആവും. ഇൻഡക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഇൻഡക്ഷനിൽ ഇവിടെ മൈനസ് വെച്ചപ്പോൾ ഇയാൾക്ക് പ്ലസ് കിട്ടി, ഇവിടെ പ്ലസ് വെച്ച് ഇവിടെ മൈനസ് കിട്ടി. ഇതിൻ്റെ നേരെ തിരിച്ച് ഇവിടെ പ്ലസ് വെച്ച് കഴിഞ്ഞാൽ പ്ലസ്സിന് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിനാണ് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ അയാൾ എന്ത് ചാർജായി മാറും, പ്ലസ് ആയി മാറും. പിന്നെ ഈ കണ്ടക്ഷൻ്റെ അകത്ത് നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. ഈ പ്രോബ്ലംസ് വരുന്ന സമയത്ത് രണ്ട് ബോഡീസ്, ഐഡൻറ്റിക്കൽ ബോഡീസ്, അത് പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡൻറ്റിക്കൽ ബോഡീസ്,
ഐഡന്റിക്കൽ ബോഡീസ് പരസ്പരം ടച്ച് ചെയ്ത് വെച്ചാൽ, ഐഡന്റിക്കൽ ബോഡീസ് പരസ്പരം ടച്ച് ചെയ്ത് വെച്ചാൽ, ഈ ഐഡന്റിക്കൽ ബോഡീസിന് ഒരേപോലത്തെ റേഡിയസും അതേപോലെ തന്നെ മാസ് ഇങ്ങനത്തെ സംഭവമൊക്കെ സെയിം ആയി വരുന്ന ബോഡീസ് ഐഡന്റിക്കൽ ബോഡീസ്. ഇപ്പോൾ ഐഡന്റിക്കൽ ബോഡി ഒരു ഐഡന്റിക്കൽ ബോഡി എന്ന് വിചാരിക്കുക. ഇയാളെ ചാർജ് ക്യൂ, ഇയാളെ ചാർജ് അൺചാർജ്ഡ് ആണെന്ന് വിചാരിക്കുക. ഇയാളത് അൺചാർജ്ഡ്. ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് വയ്ക്കുക. ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ് നടക്കും, ശരിയല്ലേ? ഒന്നുകിൽ ഇലക്ട്രോൺ അങ്ങോട്ട് വരാം, അവിടുന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവർ പറയുന്നത് ഐഡന്റിക്കൽ ബോഡീസ് ആണെങ്കിൽ ഇവർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഷെയർ ദ ചാർജ് ഈക്വലി. ദേ വിൽ ഷെയർ ദ ചാർജ് ഈക്വലി. അതിൻ്റെ അർത്ഥം ആദ്യം ഇയാളെ ചാർജ് ക്യൂ, ഇയാൾ അൺചാർജ്, അപ്പോൾ ടോട്ടൽ ചാർജ് ഇവിടെ ക്യൂ ആണ്. ആ ചാർജ് ഇവർ ഈക്വലി ഷെയർ ചെയ്യും. പക്ഷേ ഈക്വലി ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ബോഡീസ് ആണ്? ഐഡന്റിക്കൽ ബോഡീസ് പരസ്പരം ടച്ച് ചെയ്യണം. ഒരേപോലത്തെ രണ്ട് ബോഡീസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ ചാർജ് Q/2, ഇയാളെ ചാർജ് എന്ത് വരും? Q/2 വരും. അത് ശ്രദ്ധിക്കണം. അത് കണ്ടൻഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇപ്പോൾ ഇയാളെ ചാർജ് Q1 ആണെന്ന് വിചാരിക്കുക. അടുത്ത ആളെ ചാർജ് ഐഡന്റിക്കൽ ബോഡീസ് ആണ് രണ്ടാളും. ഇയാളെ ചാർജ് Q1, ഇയാളെ ചാർജ് Q2. അത് പ്ലസ് ആവാം മൈനസ് ആവാം. ഇവർ പരസ്പരം നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്യാൻ ദേ വിൽ ഷെയർ ദ ചാർജ് ഈക്വലി. അപ്പോൾ കാരണം ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയാണ്? ഇവരുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 + Q2 ആണ്. അപ്പോൾ ഇവർ ഇനി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ ചാർജ് Q1 + Q2 അല്ലേ, അത് ഡിവൈഡ് ചെയ്തെടുക്കുക ഈക്വലി. അപ്പോൾ ഇയാൾ Q1 + Q2/2, ഇയാളും അതേപോലെ തന്നെ Q1 + Q2/2. അത് പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് വെച്ച് ചെയ്യാം. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കണ്ടൻഷൻ ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഐഡന്റിക്കൽ ബോഡീസ് പരസ്പരം ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഷെയർ ദ ചാർജ് ഈക്വലി. ഇപ്പോൾ ഇയാൾ Q, ഇത് അൺചാർജ് ആണെങ്കിൽ ടോട്ടൽ ചാർജ് Q, അത് അവർ ഷെയർ ചെയ്തെടുക്കും. Q/2, Q/2. ഇയാൾ Q1, ഇയാൾ Q2 ആണെങ്കിൽ ടച്ച് ചെയ്യുക, അതിനുശേഷം മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചാൽ ഇയാൾ Q1 + Q2/2, ഇയാൾ Q1 + Q2/2. ചിലപ്പോൾ ഇത് പ്ലസ് ആവാം മൈനസ് ആവാം. പ്ലസ് ആണെങ്കിൽ പ്ലസ് വരും, മൈനസ് ആണെങ്കിൽ മൈനസ് വരും. സൈൻ വെച്ച് ആഡ് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഇതാണ് 3 മെത്തേഡ് ചാർജ് ചെയ്യാനുള്ളത്: റബ്ബിങ്, ഇൻഡക്ഷൻ, അതേപോലെ തന്നെ കണ്ടക്ഷൻ.